السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على نبي الكريم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا رب العالمين. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن دعوة لا يستجاب لها. رب اشرح لي صدري ويسر لي أمري واഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി വയഫ്ഖഹു ഖൗലി. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, സുഹൃത്തുക്കളെ, പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി രഹസ്യ പരസ്യ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ആഴ്ചതോറും നടക്കുന്ന നമ്മുടെ കിതാബ് വായനയുടെ 4ാമത്തെ സദസ്സിലാണ് നമ്മൾ ഓരോരുത്തരും ഒത്തു ചേർന്നിട്ടുള്ളത്. അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരുടെ, പ്രഗത്ഭരായ ആധുനികരും അതേപോലെ തന്നെ പ്രാമാണികരായിട്ടുള്ള പണ്ഡിതന്മാരുടെ പുസ്തകങ്ങൾ ചർച്ച ചെയ്യുന്ന സദസ്സിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയൊരു തൗഫീഖാണ്. അപ്പോൾ ഇങ്ങനെ പഠിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധാ വിശ്വാസിയും ഒരു പഠിതാവും ഒരു ത്വാലിബുൽ ഇൽമും, പ്രത്യേകിച്ച് അറിവ് നേടാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മതവിദ്യാർത്ഥി, അവരൊക്കെ ശ്രദ്ധിക്കേണ്ടതായ വളരെ വിലപ്പെട്ട ചില പ്രധാനപ്പെട്ട ഉപദേശ നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു ചെറു റിസാലയാണ് നമ്മളിവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. ആധുനിക കാലഘട്ടത്തിലെ മഹാനായ പണ്ഡിതൻ ഷെയ്ഖ് മുഖ്ബിൽ വാദിഇ റഹിമഹുല്ലാഹു തആല, അദ്ദേഹം നമുക്കൊക്കെ ബാക്കി വെച്ച 14 ഉപദേശ നിർദ്ദേശങ്ങളിലൂടെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ 2 നമ്മൾ ചർച്ച ചെയ്തു. ഒരു മതവിദ്യാർത്ഥിക്ക് പ്രത്യേകിച്ചും അല്ല, ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് ആദ്യം അദ്ദേഹം പറഞ്ഞത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഏതാണ് നമുക്ക് വേണ്ടത്? ആദ്യം ഇഖ്ലാസ്, ആത്മാർത്ഥത ഉണ്ടാകും. നമ്മൾ ഈ പഠിക്കുന്നത് വേറൊരു ലക്ഷ്യമോ അല്ലെങ്കിൽ മറ്റൊരു ആഗ്രഹമോ ഒരു നേട്ടമോ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അള്ളാഹുവിന്റെ തൃപ്തിയും റബ്ബ് മുത്തഖീങ്ങൾക്ക് മാറ്റി വെച്ചിട്ടുള്ള ആ സ്വർഗം, അത് മാത്രമേ നമ്മുടെ ഈ അറിവ് നേടുന്ന യാത്രയിലും ഈ ഒരു പ്രയാണത്തിൽ നമ്മുടെ ഏക ഉദ്ദേശവും ലക്ഷ്യം. ഇഖ്ലാസ് ഉണ്ടാവുക. 2ാമത്തത് നല്ല ക്ഷമ വേണം. ക്ഷമ ഇല്ലാത്തവർക്ക് അറിവ് നേടാൻ സാധിക്കില്ല. കാരണം കുറച്ച് നേരത്തെ പുറപ്പെടേണ്ടി വരും, കുറച്ച് യാത്ര ചെയ്യേണ്ടി വരും, സുദീർഘമായി ഇരിക്കേണ്ടി വരും. നല്ല ക്ഷമ വേണ്ടി വരും. ചില സമയത്ത് പണ്ഡിതന്മാർ പ്രത്യേകം പറയുന്നത്, ചില സമയത്ത് അറിവ് പകർന്നു കൊടുക്കുന്ന പണ്ഡിതൻ പരുഷ സ്വഭാവക്കാരനാവും, പഠിപ്പിക്കുന്ന വ്യക്തി പരുഷ സ്വഭാവക്കാരനാവും. അപ്പോ ആദ്യത്തെ ഒരു ദിവസം അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളിൽ അക്ഷമരായി പോയാൽ നമ്മൾ അതിനുള്ള വാതിൽ കുട്ടിയടക്കപ്പെടും. അപ്പൊ നല്ല ക്ഷമ വേണം എന്നുള്ളതാണ് 2ാമത്തെ പ്രധാനപ്പെട്ട ഉപദേശമായി ഷെയ്ഖ് അവിടെ വിശദീകരിച്ചതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ചയ്ക്കെടുത്തത്. 3ാമതായി ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത് ഷെയ്ഖ് റഹിമഹുല്ലാഹു തആല പറയണത് തഖ്വല്ലാഹ്, നല്ല ഭയഭക്തി ഉണ്ടാവുക എന്നുള്ളതാണ്. നല്ല സൂക്ഷ്മത ജീവിതത്തിൽ കാണിക്കുക എന്നുള്ളതാണ്. തഖ്വ ഉണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം അതിന്റെ കീഴിൽ 3 ആയത്തുകൾ കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. തഖ്വ കൊണ്ട് ഒരാൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൽബിൽ വെച്ചു കൊടുക്കുന്ന 3 ഗുണങ്ങളെയാണ് യഥാർത്ഥത്തിൽ ഈ 3 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നത്. നമ്മൾ നോക്കുക, സൂറത്തുൽ അൻഫാലിൽ യാ അയ്യുഹല്ലദീന ആമനു ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാന. അല്ലയോ വിശ്വസിച്ചവർ, റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ ജീവിതത്തിൽ സൂക്ഷ്മത വെച്ച് പുലർത്തിയാൽ, തഖ്വ കാണിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്ന പറഞ്ഞ യജ്അൽ ലക്കും ഫുർഖാന, തെറ്റും ശരിയും വേർതിരിച്ച് കിട്ടാനുള്ള ഒരു കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ളവർക്ക് വെച്ചു കൊടുക്കുന്നതാണ്. ഇത് ഭയങ്കര ഒരു പ്രത്യേകത. 1ാമത്തേത് എന്താണ്? ഫുർഖാൻ. നല്ല തഖ്വയുള്ളവർക്ക് ഫുർഖാൻ അല്ലാഹു നൽകുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ ശുബ്ഹാത്തുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ആരുടെ പക്കലാണ് ശരി, ആരുടെ പക്കലാണ് തെറ്റ് എന്നത് വേർതിരിക്കാനുള്ള അറിവില്ലാത്തവർക്ക് പോലും ജീവിതത്തിൽ തഖ്വ പുലർത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപക്ഷെ ആ സന്ദർഭത്തിൽ ശരിയായ നിലപാടെടുക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അഹ്ലുസുന്നയിൽപ്പെട്ട സാധാരണക്കാരിൽ പലരും
ഒരുപക്ഷെ അള്ളാഹുവോടുള്ള അവരുടെ മാനസികപരമായിട്ടുള്ള അവരുടെ രഹസ്യ ജീവിതത്തെ ബന്ധം കാരണമാകും ആ ഹക്കിൽ, ആ അഹ്ലുസുന്നയുടെ തന്നതായ ആദർശത്തിൽ, ആ സലീമും സ്വാഫിയും വളരെ വ്യക്തമായ ആദർശത്തിൽ ഉറച്ചു നിൽക്കാൻ, മൻഹജ് സലഫിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് സാധാരണക്കാർക്ക് പോലും ഒരുപക്ഷെ അള്ളാഹു വകവെച്ചു കൊടുക്കുന്നത്, അവർക്ക് തൗഫീഖ് നൽകുന്നത് അവർ ജീവിതത്തിൽ വെച്ച് പുലർത്തുന്ന തഖ്വ കൊണ്ടായേക്കാം. അപ്പൊ നമുക്ക് അവ്യക്തമായ സന്ദർഭങ്ങളിൽ സത്യത്തിന്റെ കൂടെ നിൽക്കാൻ സാധിക്കണമെന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ ജീവിതത്തിൽ തഖ്വയിൽ നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. അറിവിന്റെ കൂടെ നല്ല സൂക്ഷ്മത ജീവിതത്തിൽ ഉണ്ടാവാന്നുള്ളത്. രണ്ടാമത് സൂറത്തുൽ ഹദീദിന്റെ 28-ാമത്തെ ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വആമിനു ബിറസൂലിഹി യുഅ്തികും കിഫ്ലൈനി മിർ റഹ്മതിഹി വയജ്അൽ ലക്കും നൂറൻ തംശൂന ബിഹി വയഗ്ഫിർ ലക്കും. അതായത് റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുകയും തഖ്വ കാണിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തവർക്ക് എന്താണ് റബ്ബ് വകവെച്ചു കൊടുക്കുക? എന്താണ് റബ്ബ് കൊടുക്കുക? അവർക്ക് റഹ്മത്ത് റബ്ബ് ചൊരിഞ്ഞു കൊടുക്കും. വയജ്അൽ ലക്കും നൂറൻ തംശൂന ബിഹി. കാര്യങ്ങൾ കലർന്നു കിടക്കുന്ന, കലർപ്പ് നിറഞ്ഞ സന്ദർഭങ്ങളിൽ അവർക്ക് വഴികാട്ടിയായ ഒരു വെളിച്ചം അവർക്ക് ഇങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല ഹൃദയത്തിൽ വെച്ചു കൊടുക്കുന്നതാണ്. എല്ലാം കലർന്നു കിടക്കുന്ന ശുബ്ഹാത്തുകളും ശഹവത്തുകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സന്ദർഭത്തിൽ പോലും ശരിക്കുള്ള സത്യത്തിന്റെ നേർമാർഗം അതെന്താണെന്ന് കൃത്യമായി കാണാനും തിരിച്ചറിയാനുമുള്ള ഒരു തരം വെളിച്ചം അവർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല വെച്ചു കൊടുക്കും എന്ന് സൂറത്തുൽ ഹദീദിന്റെ ആയത്തിൽ പറയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ 282-ാമത്തെ ആയത്തിൽ ചെറിയൊരു ഭാഗം വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ സൂക്ഷിക്കുക, ഭയഭക്തി വച്ചു പുലർത്തുക, വയുഅല്ലിമുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ പഠിപ്പിക്കും, അല്ലാഹു നിങ്ങൾക്ക് അറിവ് നൽകും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പൊ തഖ്വ ജീവിതത്തിൽ പാലിച്ചാൽ 3 വാഗ്ദാനങ്ങളാണ് ഈ പറഞ്ഞ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. എന്താണ് ഒന്നാമത്തേത്? ഫുർഖാൻ, നന്മയും തിന്മയും തെറ്റും ശരിയും വേർതിരിക്കാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു അവർക്ക് നൽകും. രണ്ടാമത്തേത് റഹ്മത്തും നേരായ മാർഗയിൽ ശരിയായ ദിശയിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു വെളിച്ചം അവരുടെ ജീവിതത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല വെച്ചു കൊടുക്കും. മൂന്നാമത്തേത് അറിവ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവ് നേടാനുള്ള മാർഗങ്ങൾ അവർക്ക് വിശാലമാക്കി കൊടുക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഈ ആയത്തിന് ഒരു വിശദീകരണമായി നമ്മൾ പലപ്പോഴും പറയാറുള്ളതാണ്. മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. കോടാനുകോടി അള്ളാഹുവിന്റെ അടിമകളുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരാളെ ഇഷ്ടപ്പെട്ടാൽ, ഖൈർ അവരെ ഉദ്ദേശിച്ചാൽ അള്ളാഹു എന്താ ചെയ്യുക? യുഫഖിഹു ഫിദ്ദീൻ. ദീനിൽ അവഗാഹം നേടാൻ, ദീനിൽ അറിവ് നേടാനുള്ള അവസരങ്ങൾ, അതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു മനസ്സ്, ആ തീരുമാനത്തിലേക്ക് എത്താനുള്ള ഒരു തൗഫീഖ് അത് അള്ളാഹു അവർക്ക് വെച്ചു കൊടുക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അള്ളാഹു ദീനിൽ അവഗാഹം നൽകുന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഈ തിരക്കുകൾക്കിടയിൽ നല്ല സൂക്ഷ്മത ജീവിതത്തിൽ, നല്ല തഖ്വ, നല്ലവണ്ണം അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കുന്നവരായി മാറാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ എന്താണ് ഈ തഖ്വ എന്ന് പറഞ്ഞാൽ? എന്താണ് തഖ്വ? ഭാഷാപരമായി തഖ്വയുടെ അർത്ഥം അൽ വിഖായ എന്ന പദത്തിൽ നിന്നാണ്. ഹിഫ്ദു ശൈ മിമ്മാ യുദീഹി വയദുറു. ഇതാണ് ഭാഷാപരമായി ഈ വാക്കിന്റെ അർത്ഥം. ഒരു കാര്യത്തെ അതിനെ ഉപദ്രവിക്കുന്ന, അതിന് എന്താ പറയുക, കോട്ടം വരുത്തുന്ന ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിച്ചു നിർത്തുക എന്നതാണ് തഖ്വയുടെ ഭാഷാപരമായ അർത്ഥം. ശർഅൻ, ദീനിപരമായി സാങ്കേതികപരമായിട്ട് എന്താണ് ഇതിന്റെ അർത്ഥം? ഹിഫ്ദുൻ നഫ്സ് അമ്മാ യുഅ്സം വദാലിക ബിതർക്കിൽ മഹ്ദൂർ. തന്റെ നഫ്സിനെ തിന്മകളിൽ നിന്ന് തടഞ്ഞു നിർത്തുക, തിന്മകളിൽ നിന്ന് തന്റെ സ്വന്തം ശരീരത്തെ നമ്മൾ സൂക്ഷിച്ചു വെക്കുക, ഹറാമുകളെ ഒഴിവാക്കിയിട്ടും എത്രത്തോളം എന്ന് വെച്ചാൽ വയതിമ്മു ദാലിക ബിതർക്കി ബഅദിൽ മുബാഹാത്ത്. പണ്ഡിതന്മാര് പറഞ്ഞത് എന്താണ്? അത് പലപ്പോഴും എന്താണ്, അനുവദിക്കപ്പെട്ട പലതും ഒഴിവാക്കുന്നതിലൂടെയാണ് ഹറാമുകളെ വരെ നമ്മൾ സ്വന്തത്തെ സൂക്ഷിച്ചു നിർത്തുക, ഹറാമുകളിൽ നിന്ന് നമ്മൾ സ്വന്തത്തെ സുരക്ഷിതമാക്കി നിർത്തുക എന്ന് വിശദീകരിച്ചു. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് വരാം. ഖുർആനിൽ ഒരുപാട് ആയത്തുകളിൽ മുത്തഖീങ്ങളിൽ ഉണ്ടാകുന്ന അസറുകൾ, ഒരു തഖ്വയുള്ള വ്യക്തിയിൽ ഉണ്ടാകേണ്ട ആധാറുകളെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഒരുപാട് ആയത്തുകൾ കാണാൻ പറ്റും. 100 ചില്ലാനം ആയത്തുകളോളം നിങ്ങൾ മുത്തഖീങ്ങളുടെ വിശേഷണങ്ങൾ വിശദീകരിക്കുന്ന വ്യത്യസ്ത ആയത്തുകൾ കാണാൻ പറ്റും. അതിൽ ഒരു 2
വ്യത്യസ്ത സ്ഥലങ്ങളിൽ അള്ളാഹു പറഞ്ഞ എന്താ പറയാ അവരുടെ വിശേഷണങ്ങൾ നമ്മളൊന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കാം. ഒരു സൂറത്തിൽ അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ, സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ ആയത്തുകളാണത്. അതിലെന്താ പറഞ്ഞ അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായവർക്ക് ഒരു നേർമാർഗം, ഒരു മാർഗനിർദ്ദേശം, ഒരു ദൃഷ്ടാന്തമായി ഇത് നിശ്ചയിച്ചു കൊടുത്തു. എന്താണ് പിന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ അടയാളങ്ങളായി പറഞ്ഞത്? ഒന്നാമത്തത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഗൈബിയായ കാര്യങ്ങൾ, അദൃശ്യമായ കാര്യങ്ങൾ അള്ളാഹു നമ്മൾ അറിയിച്ച, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പകർന്നു തന്ന അതിൽ പരിപൂർണമായി വിശ്വസിക്കുകയും സ്വന്തത്തെ സമർപ്പിച്ചു കൊടുക്കുക എന്നതാണ് ഒന്നാമത്തെ അവരുടെ വിശേഷണമായി പറഞ്ഞത്. ഗൈബിൽ വിശ്വസിക്കുക, അന്ത്യനാളിൽ വിശ്വസിക്കുക, പരലോകത്തെ കുറിച്ച് വിശ്വസിക്കുക, അള്ളാഹു സ്വന്തത്തെ പരിചയപ്പെടുത്തിയ റബ്ബിന്റെ അസ്മാഉം സിഫാത്തുകളെ കുറിച്ചും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അമ്പിയാക്കളെയും കുറിച്ചിട്ടുള്ള വിശ്വാസങ്ങൾ അത് ഗൈബായാലും നമ്മൾ പരിപൂർണമായി അതിൽ വിശ്വസിക്കുകയും സ്വന്തത്തെ അതിന്റെ മുന്നിൽ സമർപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ വിശേഷണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ നാട്ടുകളിലൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല ഹദീസുകളും അത് എനിക്ക് എന്റെ ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്ന് മാറ്റി വെക്കുന്നവരുടെ ഗൈബിലുള്ള വിശ്വാസം പരിപൂർണമായിട്ടില്ല. അദൃശ്യ ലോകത്തുമായി ബന്ധപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹീഹായ സനദിലൂടെ നമ്മളിലേക്ക് എത്തിയ റസൂലിന്റെ വാക്കുകൾ അതിൽ വിശ്വസിക്കാത്തവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് മുത്തഖീങ്ങളിൽ ഉണ്ടാകേണ്ട ഈ ഒന്നാമത്തെ വിശേഷണമാണ് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. രണ്ടാമത്തത് വയുഖീമൂന അസ്സലാത്ത്, നമസ്കാരം നിലനിർത്തുന്നവർ. വമിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ, മൂന്നാമത്തത് അവർക്ക് അള്ളാഹു നൽകിയ റിസ്കിൽ നിന്ന് ധാരാളം അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ ചെലവഴിക്കും. വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക, അവരിലേക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്ത ആ ഖുർആനിൽ, ആ സന്ദേശത്തിൽ പരിപൂർണമായി വിശ്വസിക്കുന്നവരാണ് നാലാമത്തത്. അഞ്ചാമത്തത് വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, ആഖിറത്തിനെ കുറിച്ച്, പരലോകത്തെ കുറിച്ച്, ഹിസാബിനെ കുറിച്ച്, ഖന്തറയെ കുറിച്ച്, മഹ്ശറയെ കുറിച്ച് എന്നിങ്ങനെ ആഖിറത്തിന്റെ വിശദമായ വിശദാംശങ്ങളിലെല്ലാം പരിപൂർണമായി വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥ മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ. മറ്റൊരു ഖുർആനിന്റെ ഒരു സ്ഥലത്ത് വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹ സമാവാതു വൽ അർദ്, അതായത് നിങ്ങൾ അതിവേഗം അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക്, പാപമോചനത്തിലേക്ക് അതിവേഗം നിങ്ങൾ മുന്നിടുക. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരക്കാർക്ക്, മുത്തഖീങ്ങളായ അത്തരക്കാർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച ആ സ്വർഗമാണ് അവർക്ക് കാത്തിരിക്കുന്നത് എന്ന് വിശദീകരിച്ചതിന് ശേഷം ആ മുത്തഖീങ്ങളുടെ വിശേഷണങ്ങൾ വീണ്ടും ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ആറാമത്തത് അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ, പ്രകടമായും പരസ്യമായും രഹസ്യമായും ധാരാളം സദഖകൾ നിർവഹിക്കുന്നവരാണ് അവർ, ആറാമത്തെ വിശേഷണം. ഏഴാമത്തത് വൽ കാദിമീനൽ ഗൈദ്, തന്റെ കോപത്തെ പിടിച്ചു നിർത്തുന്നവരാണ്, സ്വന്തത്തെ നിയന്ത്രിക്കുന്നവരാണ്. എട്ടാമത്തത് വൽ ആഫീന അനിൻ നാസ്, അവർ ജനങ്ങൾക്കൊക്കെ പൊരുത്തപ്പെട്ടു കൊടുക്കുന്നവരാണ്, അവർക്കൊക്കെ എന്താ പറയാ, അവർ ചെയ്ത കുറ്റങ്ങളൊക്കെ പൊരുത്തപ്പെട്ടു കൊടുക്കുന്നവരാണ്, ധാരാളം മാപ്പ് നൽകുന്നവരാണ് അവർ എന്ന് എട്ടാമത്തെ അവരുടെ വിശേഷണങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നു. ഒമ്പതാമത്തെ ഈ ആയത്തിൽ വിശദീകരിക്കുന്നു വല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ്, എന്തെങ്കിലും ഒരു തിന്മയിൽ, ഒരു മ്ലേച്ഛതകളിൽ വീണാൽ ഉടനടി അതേസമയം അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വരികയും ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്യുന്നവരാണ് മുത്തഖീങ്ങൾ എന്ന് വിശദീകരിക്കുകയാണ്. അപ്പൊ ഏകദേശം ഒരു 9 വിശേഷണങ്ങൾ, തഖ്വയുള്ളവരിൽ കാണപ്പെടേണ്ട 9 ഗുണങ്ങളാണ് ഈ 2 ഖുർആനിന്റെ സ്ഥലങ്ങളിൽ നിന്ന് നമ്മളൊന്ന് പരിചയപ്പെട്ടത്. ഇതല്ലാത്ത വിശദീകരണങ്ങളും ഉണ്ട്, നമുക്കിപ്പോ ഇത്ര മതി. പ്രിയപ്പെട്ടവരെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു വിദ്യാർത്ഥി, ഒരു ശിഷ്യൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് മത്തഖ്വ, ഈ തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ, സൂക്ഷ്മത, ഭയഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കണം, ഹൽ അഖസ്ത തരീഖൻ ദാ ശൗകിൻ, ഒരുപാട് മുള്ളുകൾ നിറഞ്ഞ ഒരു വഴിയിലൂടെ നീ എപ്പോഴെങ്കിലും നടന്നു പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറയണ അതെ, നഅം. ഖാല ഫകൈഫ സനഅത്, ആ നടന്നു പോകുന്ന സന്ദർഭത്തിൽ എങ്ങനെയായിരുന്നു താങ്കൾ നടന്നുപോയത്? താങ്കളുടെ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു? താങ്കളുടെ ചിന്ത, താങ്കളുടെ ഒരു സൂക്ഷ്മത? അദ്ദേഹം പറഞ്ഞു ഇദാ റഅയ്തു ശൗക് അദൽതു അൻ ഔ ജാവസ്തുഹു ഔ ഖസ്സർതു അൻ. അദ്ദേഹം പറയണേ, ഞാൻ നടന്നു പോകുന്ന വഴിയിൽ എന്തെങ്കിലും ഒരു മുള്ളോ, എന്നെ ഉപദ്രവിക്കപ്പെടുന്ന എന്തെങ്കിലും ഒരു സാധനം കണ്ടാൽ ഒന്നല്ലെങ്കിൽ ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കും,
അല്ലെങ്കിൽ അതിന്റെ മേലെ കൂടെ ചാടി മറികടക്കും, അല്ലെങ്കിൽ അതിനെ മാറ്റി വെക്കും എന്ന് അദ്ദേഹം വിശദീകരിക്കണം. അപ്പൊ അദ്ദേഹം പറഞ്ഞത് അതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. ഈ ജീവിതം, ഈ ദുനിയാവിലെ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മളെ മാടി വിളിക്കുന്ന തിന്മകൾ നിറഞ്ഞ വഴിയിലെ നടുക്കുക കൂടെയാണ് നമ്മുടെ നടത്തം. എല്ലാ ഭാഗത്തു നിന്നും തിന്മയിലേക്ക് നമ്മളങ്ങനെ വിളിക്കാണ്, മ്ലേച്ഛതകളിലേക്ക് നമ്മളെ വിളിക്കാണ്. നമ്മുടെ ചുറ്റുമുള്ളവർ അതിലിങ്ങനെ എന്താ പറയാ തൂത്താടി നമ്മളെ ആ ഹറാമിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ആ സമയത്ത് അത് മാറ്റി നിർത്താനോ അത് മറികടക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനോ നമുക്ക് സാധിക്കുക, അതിനെക്കുറിച്ചൊരു പേടി ഉണ്ടാവുക, എത്ര സൂക്ഷ്മത ഉണ്ടാവും, ആ ഒരു മാനസിക അവസ്ഥയെയാണ് യഥാർത്ഥത്തിൽ തഖ്വ എന്ന് അബൂ ഹുറൈറ റഹിമഹുല്ലാഹു തആല വിശദീകരിക്കുകയാണ്. അബൂ ദർദ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്, തമാമുത് തഖ്വ അയ്യത്തഖിയല്ലാഹ അൽ അബ്ദു ഹത്താ യത്തഖിയഹു മിൻ മിസ്ഖാലി ദർറ. അബൂ ദർദ റഹിമഹുല്ലാഹു തആല, അബൂ ദർദ എന്ന് പറഞ്ഞാൽ വളരെ യുക്തിജ്ഞാനിയായിട്ടുള്ള നല്ല ഹിക്മത്തുള്ള, അദ്ദേഹത്തിന്റെ സംസാരങ്ങൾ, അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ എന്ന് പറഞ്ഞാൽ വഹയിന്റെ വെളിച്ചം നിറഞ്ഞ ഉപദേശങ്ങളാണ് എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാൻ പറ്റും. അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ മാത്രം ക്രോഡീകരിച്ച് വിശദീകരിക്കപ്പെട്ട അനേകം ഗ്രന്ഥങ്ങൾ കാണാൻ പറ്റും. അത്ര വിലപ്പെട്ട അറിവുകൾ പകർന്നു തരുന്ന ഒരു വ്യക്തിയാണ് അബൂ ദർദ റഹിമഹുല്ലാഹു തആല. അബൂ ദർദ റളിയല്ലാഹു അൻഹു വിശദീകരിക്കണം, തമാമുത് തഖ്വ അയ്യത്തഖിയല്ലാഹു അൽ അബ്ദു. തഖ്വയുടെ പൂർത്തീകരണം, അതിന്റെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ ഒരു അടിമ സൂക്ഷിക്കുക, അള്ളാഹുവെ സൂക്ഷിക്കുക. എങ്ങനെ? ഹത്താ യത്തഖിയഹു മിൻ മിസ്ഖാലി ദർറ. വളരെ ഒരു അണുമണി തൂക്കത്തിന്റെ വലുപ്പമുള്ള ഒരു ചെറിയ നിസ്സാരമായ കാര്യമാണെങ്കിൽ പോലും എന്റെ റബ്ബിന് അത് ഇഷ്ടമില്ലല്ലോ എന്ന് ഭയന്ന് അതിൽ നിന്ന് മാറി നിൽക്കുക. വളരെ ബാക്കിയുള്ളവരൊക്കെ നിസ്സാരമായി കാണുന്ന ചെറിയ കാര്യങ്ങൾ പോലും അത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണോ റബ്ബിന് വെറുപ്പുള്ള കാര്യമാണോ എന്ന് പ്രത്യേകം വിലയിരുത്തി അത് ഒഴിവാക്കി അത് സൂക്ഷിക്കുക എന്നതാണ് തമാമുത് തഖ്വ എന്ന് അദ്ദേഹം പറയുന്നത്. അബൂ ദർദ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, പലപ്പോഴും തഖ്വയുടെ പൂർണ്ണതയിലേക്ക് എത്തിയവർ ഹലാലായ മുബാഹായ സ്ഥലങ്ങളിലേക്ക് ഒരുപക്ഷെ അനുവദനീയമാകും, പക്ഷെ അവിടേക്ക് പോയാൽ ഒരു പക്ഷെ എന്തുണ്ടാകും? തിന്മയിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ട്, ഉറപ്പില്ല. അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് വരെ പോകാതെ സ്വന്തത്തെ സംരക്ഷിച്ചു നിർത്തുക, തന്റെ ദീനിനെ സുരക്ഷിതമാക്കി നിർത്തുക എന്ന വല്ലാത്തൊരു സൂക്ഷ്മത, ഇതൊക്കെ തഖ്വയുടെ പൂർണ്ണതയുടെ ഭാഗമായിട്ടാണ് പണ്ഡിതന്മാർ വിശദീകരിക്കണ കാണാൻ പറ്റും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മതവിദ്യാർത്ഥി അല്ലെങ്കിൽ ദഅവത്തിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അള്ളാഹുമായിട്ടുള്ള ബന്ധം അത് സുദൃഢമാക്കുക എന്നുള്ളത്. നമ്മൾ എന്ത് ചെയ്യും? സാധാരണഗതിയിൽ എല്ലാവർക്കും വരുന്നൊരു വീഴ്ചയാണ്. ഒരുപാട് ദഅവ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യും, ഒരുപാട് പൊതു സഹായങ്ങൾ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യും. പക്ഷെ അതേ സമയത്ത് നമ്മുടെ നിസ്കാരം, നമ്മുടെ അള്ളാഹുമായിട്ടുള്ള ബന്ധം, നമ്മുടെ പ്രാർത്ഥന, ഇതിനൊക്കെ ഒരു അവസ്ഥ എന്താണ്? ശരിക്കും മനസ്സ് തട്ടി അള്ളാഹുവിനോട് രാത്രിയുടെ അന്ത്യങ്ങളിൽ നമുക്ക് തുറന്ന് പറയാനുള്ള ഒരു മനസ്സ്, നിസ്കരിക്കുമ്പോൾ ഒരു ഖുശൂ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് മെച്ചപ്പെടുത്താനുള്ള ഒരു പരിശ്രമം നമ്മളിൽ ഉണ്ടാകുന്നുണ്ട്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. പണ്ഡിതന്മാർ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പ്രത്യേകം പറയുന്നതാണ്, സ്വന്തത്തെ മറന്ന് ബാക്കിയുള്ളവരെ നന്നാക്കാൻ വേണ്ടി മാത്രം പരിശ്രമിച്ചവരിൽ നിന്ന് നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്താണ്? അവർ ആ യാത്രക്കിടയിൽ ഇന്തികാസ് സംഭവിക്കും. അവരുടെ ജീവിതത്തിൽ തന്നെ അവർ ഈ ഹിദായത്തിൽ നിന്ന് വഴിമാറുന്ന കാഴ്ചകൾ നമ്മൾ കാണാൻ ഇടയാകുകയാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നൽകേണ്ടത്, ഏറ്റവും കൂടുതൽ മുൻഗണന നൽകേണ്ടത് എന്തിനാ? നമ്മുടെ സ്വന്തം ഖൽബിന്റെ സലാഹിയത്തിനാണ്. അതിന് നല്ല പരിഗണന നൽകിയിട്ട് വേണം അതേ സമയത്ത് നിർബന്ധമായ നമ്മുടെ ഉത്തരവാദിത്തമായിട്ടുള്ള ഈ ദഅവത്ത് നമ്മൾ നിറവേറ്റുക എന്നുള്ളത്, അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. കാലം തന്നെയാണ് സത്യം, മനുഷ്യൻ മുഴുവനും വലിയ നഷ്ടത്തിലാണ്, തീരാ നഷ്ടത്തിലാണ് എന്ന് വിശദീകരിച്ചു. ആരൊഴികെ? ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്. വിശ്വസിച്ചവരും പ്രവർത്തിച്ചവരും ഒഴികെ. പിന്നെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ എന്താ? വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ഈ 4 കാര്യങ്ങൾ നിർബന്ധമാണ്. ഒന്ന് ഈമാൻ ഉണ്ടാവുക, അതിൽപ്പെട്ടതാണ് അറിവ് നേടുക എന്നുള്ളത്, പഠിക്കുക എന്നുള്ളത്, അള്ളാന്റെ ദീൻ മനസ്സിലാക്കുക എന്നുള്ളത്. വഅമിലുസ് സാലിഹാത്ത്, അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ അത് കാണണം, ആ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള പരിശ്രമം നമ്മുടെ സമയങ്ങളിൽ, ഒഴിവ് സമയങ്ങളിലൊക്കെ നമ്മൾ കണ്ടെത്തണം, ആ സമയം നമ്മൾ ഉണ്ടാക്കണം.
അതിൻ്റെ കൂടെ ചെയ്യേണ്ട ഒരു നിർബന്ധ കർമ്മമാണ് എന്ത്? ആൾക്കാരിലേക്ക് ഇത് ദഅവത്ത് ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അതിന്റെ മാർഗത്തിൽ നമ്മൾ നേരിടേണ്ട ബുദ്ധിമുട്ടുകൾ അതിൽ നമ്മൾ ക്ഷമിക്കുക എന്നുള്ളത്. പക്ഷെ ആദ്യത്തെ രണ്ടെണ്ണം പഠിക്കുന്നില്ല, പ്രവർത്തിക്കുന്നില്ല, വെറുതെ ദഅവത്ത് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ദഅവ പ്രവർത്തനങ്ങളും ഇടപെടുന്നുണ്ടെങ്കിലോ അത് ഒരു പക്ഷേ നമ്മൾ തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട്. ഒരു വ്യക്തി എന്ന നിലക്ക് നമ്മൾ തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ നാലും കൂടി ഒന്നിച്ചു കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളെയും ശരിപ്പെടുത്തുന്ന പണിയാണെന്ത്? അറിവ് നേടുന്ന ഈ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത്. കാരണം ഏത് കർമ്മം നമ്മളിൽ നിന്ന് അള്ളാഹ് സ്വീകരിക്കണമെങ്കിലും നമ്മുടെ നിയ്യത്ത് നന്നാവണം, നമ്മുടെ ഉദ്ദേശം ശരിയാകണം, നമ്മുടെ ലക്ഷ്യം അത് പൂർത്തിയാകണം. ആ നിയ്യത്തിനെ ശരിപ്പെടുത്തുന്ന പണി അത് ആരാ ചെയ്യാം? അത് നമ്മുടെ അറിവാണ്, ഉപകാരപ്രദമായിട്ടുള്ള നമ്മുടെ അറിവാണ് എന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് തഖ്വയോടുകൂടി ജീവിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിക്കുന്നത് ജീവിതത്തിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാലാമത്തെ ഒരു ഉപദേശം ഷെയ്ഖ് മുഖ്ബിൽ വാദിഈ റഹിമഹുല്ലാഹു തആല വിശദീകരിക്കുകയാണ്. ഒരു മതവിദ്യാർത്ഥിക്ക്, ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ട നാലാമത്തെ ഗുണം അൽ ഇസ്തിംറാറു വൽ മുദാവമതു അലാ തലബിൽ ഇൽം. അറിവ് സമ്പാദിക്കുന്ന മാർഗത്തിൽ തുടർച്ച ഉണ്ടാവുക, സ്ഥിരത ഉണ്ടാവുക, മുടങ്ങാതെ ഇടവേളകളില്ലാതെ നമ്മളിതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് നാലാമതൊരാളിൽ നിന്നുണ്ടാകേണ്ട ഏറ്റവും വലിയ ഒരു ഗുണം. وقد كان أحب العمل إلى رسول الله صلى الله عليه وسلم أدومه. അദ്ദേഹം വിശദീകരിക്കണത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന കർമ്മം എന്ന് പറഞ്ഞാൽ അത് തുടർച്ചയുള്ള കർമ്മങ്ങളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ കാണാൻ പറ്റുന്നത് അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ് അദ്വമുഹാ വഇൻ ഖൽ. കുറച്ചാണെങ്കിലും ചെറുതാണെങ്കിലും അത് തുടർച്ചയായി മുടങ്ങാതെ സ്ഥിരമായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന കർമ്മമാണ് എന്ത്? അള്ളാഹ്ക്ക് കൂടുതൽ ഇഷ്ടം. പെട്ടെന്ന് ഒരു ആവേശത്തിൽ കുറെ കണ്ട് ചെയ്യും, പിന്നെ അതണ്ട് നിന്ന് പോകുന്നതിനേക്കാൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടം എന്താണ്? ചെയ്യുന്ന കാര്യം അത് തുടർച്ചയായി ജീവിതത്തിൽ കൊണ്ടു നടക്കുക എന്നുള്ളതാണ്. ഇത് നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ്. നമ്മൾ ഏതൊരു കാര്യം മെല്ലെ മെല്ലെ വളർത്തുന്നതിൽ ശരിക്കും ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു കാര്യം മെല്ലെയുള്ള വളർച്ച. ഒരു സുന്നത്തിൽ നിന്ന് കൊണ്ടുവന്നു, നമ്മൾ പുതുതായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അത് പാലിക്കാൻ തുടങ്ങി, അത് ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ പിന്നെ അടുത്ത രണ്ടാമത്തിലേക്ക് കടക്കാം, പിന്നെ മൂന്നാമത്തിലേക്ക് കടക്കാം. അങ്ങനെ ഒരു തുടർച്ചയോട് കൂടിയിട്ടുള്ള വളർച്ച നമ്മളിൽ ബാക്കി ഉണ്ടാവുള്ളൂ. അല്ല ഒരൊറ്റ ദിവസം കൊണ്ട് എല്ലാം കൂടി നമ്മൾ കൊണ്ടുവന്നാൽ അത് അതേപടി നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാൻ കാരണമാകും. അത് അറിവിന്റെ വിഷയത്തിൽ അതാണ്. ഒരൊറ്റ സദസ്സിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മാസത്തെ പഠനത്തിൽ നിന്ന് ദീനിന്റെ എല്ലാ കാര്യങ്ങളും ഒന്നടങ്കം പഠിക്കാൻ വേണ്ടി പരിശ്രമിച്ചാൽ മൻ റാമ കുല്ലി ശൈ ഫാത കുല്ലി ശൈ, ഒരേ സമയത്ത് എല്ലാം കൂടി വാരി വലിച്ച് പഠിക്കാൻ ഒരു നിമിഷം കൊണ്ട് പരിശ്രമിച്ചാൽ അതേപോലെ അത് മൊത്തത്തിലുണ്ട് ഒഴുകി അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അതാണ് ഒരു തുടർച്ച, പഠിക്കുന്ന വിഷയത്തിൽ ഒരു തുടർച്ച ഉണ്ടാവുക. കുറച്ചു കാലം ഒരു ക്ലാസ്സിൽ സ്ഥിരമായി പോയി, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വരാതിരിക്കാം, പിന്നെ കുറെ കാലം കഴിഞ്ഞ് ആവർത്തിക്കും, വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തിയിട്ടാണ് വീണ്ടും തുടങ്ങുന്നത്. അപ്പൊ ഈ ഇടവേള എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ഇടക്ക് മുടങ്ങിപ്പോകുക എന്നുള്ളത് വലിയൊരു തടസ്സമാണ് ഒരാൾ അറിവിൽ നിന്ന് വളർത്താൻ. അപ്പൊ തുടർച്ച ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട നാലാമത്തെ ഒരു ഗുണം. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അൽ ആസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യാ അബ്ദുല്ലാഹ് ലാ തകുൻ മിസ്ല ഫുലാൻ, അല്ലയോ അബ്ദുള്ള, നീ ഈ ഇന്ന വ്യക്തിയെ പോലെ ആകരുത്. എന്ത്? കാന യഖൂമുൽ ലൈൽ ഫതറക ഖിയാമൽ ലൈൽ. ഒരു കാലഘട്ടത്തിൽ ഒരു സമയത്ത് അദ്ദേഹം രാത്രി നിന്ന് നിസ്കരിച്ചു, കുറച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പിന്നെ ആ നിസ്കാരം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് നിന്നുപോയി. അദ്ദേഹം അത് ഉപേക്ഷിക്കുന്ന അങ്ങനത്തെ ഒരാളെ പോലെ നിങ്ങൾ ആയിപ്പോകരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കണം. ഒരു കാലത്ത് അള്ളാഹുവിന്റെ റഹ്മത്തും പ്രതീക്ഷിച്ച് രാത്രി നിന്ന് നിസ്കരിച്ച ഒരു വ്യക്തി കുറച്ചു കഴിഞ്ഞപ്പോൾ അത് ഉപേക്ഷിക്കുക, ചെയ്തുകൊണ്ടിരുന്ന നന്മ പിന്നെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുക എന്നുള്ളത്. അങ്ങനത്തെ ഒരു വ്യക്തിയെ പോലെ നിങ്ങൾ ആയിപ്പോകരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഫാതത്ഹു സ്വലാത്ത് മിനൽ ലൈൽ. ആയിഷ റളിയല്ലാഹു വിശദീകരിക്കുന്നത്,
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി നിർവഹിക്കുന്ന രാത്രി നമസ്കാരം എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പകലിൽ അത് നിറവേറ്റ് ഖളാ വീട്ടുമായിരുന്നു എന്ന് വിശദീകരിക്കുന്നു. എന്തെങ്കിലും കാരണവശാൽ നമുക്ക് സ്ഥിരമായി നിർവഹിക്കുന്ന ഒരു കാര്യം വിട്ടുപോയാൽ അത് ഖളാ പോലും വീട്ടാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെന്ന് വിശദീകരിക്കുന്നത്. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുനടക്കാൻ നമ്മൾ ശ്രമിക്കുക. ഒരു കാര്യം സ്ഥിരമായിട്ട് ചെയ്യാം. എത്രത്തോളം എന്ന് വെച്ചാൽ പണ്ഡിതന്മാർ പറയണത്, സ്ഥിരമായി ഒരു ശീലമായി മാറിയ ഏതെങ്കിലും നന്മകൾ നമ്മുടെ നിയന്ത്രണത്തിൽ പെടാത്ത തടസ്സങ്ങൾ കാരണം ചെയ്യാൻ സാധിക്കാതെ വരികയാണെങ്കിൽ അത് ചെയ്തവന്റെ അതേ കൂലി നമുക്ക് ലഭിക്കുന്നവരാണ്. സ്ഥിരമായി പള്ളിയിൽ പോയി നിസ്കരിച്ചിരുന്ന ഒരു വ്യക്തി എന്തെങ്കിലും ഒരു രോഗം മൂലം കിടപ്പിലായി എന്ന് വിചാരിക്കാം. 2-3 ദിവസം പള്ളിയിലേക്ക് പോകാൻ സാധിച്ചില്ല. ആ കിടപ്പിലായ വ്യക്തിക്ക് പള്ളിയിൽ പോയി നിസ്കരിച്ചവന്റെ കൂലി പൂർണ്ണമായും കിട്ടുന്നവരാണ്. അതേപോലെ പണ്ഡിതന്മാർ വിശദീകരിച്ച മറ്റൊരു മസ്അലയാണ്, ഹജ്ജിന് പോയാല് ഹാജിമാർക്ക് എന്താണ് മിനയിൽ നിന്ന് സുന്നത്ത് നിസ്കരിക്കൽ അവർ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അപ്പോ നിസ്കാരങ്ങൾ ജമ ചെയ്ത് ഖസറാക്കിയിട്ടാണ് അവർ നിസ്കരിക്കാം. അല്ലെങ്കിൽ ഓരോ നമസ്കാരവും അതിന്റെ സമയത്ത് ഖസറാക്കിയിട്ടാണ് അവർ നിസ്കരിക്കാം. സുന്നത്തുകൾ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ പണ്ഡിതന്മാർ എന്ത് വിശദീകരിച്ചു? ഹജ്ജിന് പോകാത്ത സമയത്ത് സുന്നത്ത് നിസ്കരിക്കൽ അവരുടെ ഒരു ദൈനംദിന ശീലങ്ങളിൽ പെട്ടതാണ്. അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ടെങ്കിൽ മിനയിൽ നിൽക്കുന്ന കാലഘട്ടത്തിൽ പോലും അവർക്ക് ആ സുന്നത്ത് നിസ്കരിച്ചവന്റെ പരിപൂർണ കൂലി കിട്ടുമെന്ന് പഠിപ്പിച്ചു. പക്ഷെ അത് ആർക്കേ കിട്ടുള്ളൂ? ഹജ്ജിനല്ലാത്ത സമയത്ത് ശീലമുള്ളവർക്കേ അത് കിട്ടുള്ളൂ എന്ന് പ്രത്യേകം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് പ്രത്യേകം നമ്മൾ ഓർക്കുക, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗത്ത് തുടർച്ചയായി നന്മകൾ ഉണ്ടാവുക എന്നുള്ളത്. അങ്ങനെ ഷെയ്ഖ് മുഖ്ബിൽ വാദി റഹ്മത്തുള്ളാഹി തആല വിശദീകരിക്കുകയാണ്, വറുബ്ബ താലിബിൻ യതവഖദു ദകാഅൻ വലാകിന്നഹു യൻഖതിഉ അൻ തൽബിൽ ഇൽം. എത്ര ആൾക്കാർ നല്ല ബുദ്ധിയുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയങ്കര കഴിവ്, നല്ല ബുദ്ധിശക്തി അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. വലാകിന്നഹു യൻഖതിഉ അൻ തലബിൽ ഇൽം. പക്ഷെ പഠിക്കുന്ന മാർഗത്തിൽ നിന്ന് കുറച്ചുണ്ട് മുന്നോട്ട് പോയാൽ പിന്നെ അവൻ കാണാൻ പിന്തിരിഞ്ഞു പോകുന്നത്. ഔ യസ്അം, അല്ലെങ്കിൽ ഒരു മടുപ്പുണ്ടാവാം. കുറച്ച് വരും, ആദ്യത്തെ ഒരു 5 ക്ലാസ്സിന് വരും, പിന്നെ 6ാമത്തെ ക്ലാസ്സിന് മുതൽ വരാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് പറ്റിയ ക്ലാസ് അല്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു നിൽക്കാം, അല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് മാറി നിൽക്കാം. അങ്ങനെയുള്ള വ്യക്തികൾ ഫലാ യുഫ്ലിഹു ഫീഹി, അങ്ങനെയുള്ളവര് അതിൽ വിജയം പ്രാപിക്കുകയില്ല എന്ന് മുഖ്ബിൽ വാദി റഹിമത്തുള്ളാഹി തആല വിശദീകരിക്കും. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. നല്ല ബുദ്ധി, നല്ല ഹിഫ്ള് ലഭിച്ചവര് തീരെ പരിശ്രമിക്കില്ല. ഇപ്പൊ പണ്ഡിതന്മാരൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ചരിത്രം നോക്കിയാൽ പല പ്രഗത്ഭ പണ്ഡിതന്മാരും എന്താണ്, ഒരു മീഡിയം, ഒരു ആവറേജ് ബുദ്ധിയുള്ളവരാണ് വലിയ പണ്ഡിതന്മാരായി പോയിട്ടുള്ളത് അധികം. കാരണം എന്താ, ഒരു ആവറേജ് ബുദ്ധിയുള്ളവർ നല്ല പരിശ്രമിക്കും, കാരണം കിട്ടണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. നല്ല ബുദ്ധിയുള്ളവൻ പരിശ്രമിച്ച വലിയ പണ്ഡിതനാകാൻ പറ്റും, ഒരുപാട് ഹിഫ്ളാക്കാൻ പറ്റും. പക്ഷെ എന്താ, ബാക്കിയുള്ളവരെ പോലെ ആ മീഡിയത്തിലേക്ക് അയാൾ താഴ്ന്നു വരെ ചെയ്യാം. അവസാനത്തെ സമയത്ത് ആ 2 പേജ് ഒറ്റയിരുത്തത്തിന് ഹിഫ്ളാക്കിയിട്ടുണ്ട്. മറ്റേ ആളാണെങ്കിൽ 3-4 മാസം ഇരുന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പോകുമ്പോൾ ഇവൻ ലാസ്റ്റ് സമയത്ത് ഒന്നിരുന്ന് നോക്കിയിട്ട് പോയിട്ട് ഫുൾ മാർക്ക് മേടിച്ചു വരുന്നവരുണ്ട്. ശരിക്കും അവർക്കൊക്കെ നല്ല വളരാൻ പറ്റും. ഇത് ശരിക്കും പിശാചിന്റെ ഒരു തെൽബീസാണ്. തനിക്ക് അള്ളാഹു നൽകിയ ഹിബത്ത്, അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ തിരിച്ചറിയാതെ പോകുന്നതിന്റെ വലിയൊരു അടയാളമാണ്. നമ്മൾ വിചാരിക്കുന്നുണ്ടോ അങ്ങനെ ബുദ്ധിമുട്ടി പഠിക്കുന്നവൻക്ക് വരുന്ന ചോദ്യം പോലെയാകോ വളരെ എളുപ്പത്തിൽ പഠിക്കുന്നവർക്ക് ഉണ്ടാവാം? അള്ളാഹിന്റെ അടുക്കൽ ഇവർക്ക് നൽകിയ അനുഗ്രഹം മറ്റുള്ള അനുഗ്രഹത്തെക്കാൾ വലുപ്പമാണ്. അതിനനുസരിച്ച് അതിന് മറുപടി നൽകേണ്ടി വരും. അപ്പൊ തനിക്ക് കിട്ടിയ ബുദ്ധിശക്തിയെക്കുറിച്ച്, തനിക്ക് കിട്ടിയ സൗകര്യത്തെക്കുറിച്ച്, തനിക്ക് കിട്ടിയ വിശാലതയെക്കുറിച്ച്, റബ്ബിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് അതിനനുസൃതമായിട്ടുള്ള ഒരു നന്ദി അത് അള്ളാഹിന്റെ മാർഗത്തിൽ കാണിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും സമയമെടുത്ത് സ്വയം വിലയിരുത്തേണ്ട ഒരു കാര്യം. നമ്മൾ ഓരോരുത്തരും എത്തിപ്പെടേണ്ട ഒരു ദറജയുണ്ട്. ഒരാളെക്കാൾ കൂടുതൽ മറ്റൊരാൾക്ക് ഒഴിവുണ്ടാവും. അവനത്രേ നിർവഹിക്കുന്നുള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ അതിൽ പരിമിതപ്പെടാൻ പറ്റില്ല. നമ്മൾക്ക് അതിലേക്കാൾ ചെയ്യാൻ സാധിക്കുമായിരിക്കും. നമ്മൾ അതിലേക്ക് ഉയരണം. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് ഇവിടെ പണ്ഡിതൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്, ലഖദ് കുൻതു ഇംറഅൻ മിസ്കീനൻ. സുബ്ഹാനല്ലാഹ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു ഉദാഹരണമാണ് ഇദ്ദേഹം ഇവിടെ കൊണ്ടുവന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മഹാനായ സ്വഹാബി, ഏറ്റവും കൂടുതൽ ഹദീസുകൾ നിവേദനം നടത്തിയ വലിയ മഹാനായ സ്വഹാബി. പക്ഷെ ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലഘട്ടത്തിലാണ് ഏകദേശം ഇസ്ലാം സ്വീകരിച്ചത്. കുറഞ്ഞ വർഷങ്ങളെ അദ്ദേഹം ഇസ്ലാമിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഏറ്റവും കൂടുതൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസുകൾ ഉദ്ധരിച്ച മഹാനായ സ്വഹാബിയാണ് ആര്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. എത്രത്തോളം എന്ന് വെച്ചാൽ ഇപ്പൊ മുസ്തശ്രിഖീങ്ങൾ, ഓറിയന്റലിസ്റ്റുകൾ എന്ന് പറയുന്ന വിഭാഗം, കുഫാറുകളായ ഇസ്ലാമിനെ കുറിച്ച് പഠനം നടത്തുന്ന, റിസർച്ച് നടത്തുന്ന പലരും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കാണാൻ പറ്റും. അവസാന കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ച അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുടക്ക കാലഘട്ടം മുതൽ 23 കൊല്ലമായിട്ട് റസൂലിന്റെ കൂടെ സുഹബത്തിൽ ഉണ്ടായിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ കൂടുതൽ ഹദീസുകൾ ഉദ്ധരിക്കാൻ കാരണമായത്. എത്ര ഹദീസുകൾ! നമ്മൾ ബുഖാരിയും മുസ്ലിം ഒക്കെ ഇരുന്ന് വായന നടത്തുകയാണെങ്കിൽ അതിൽ വലിയൊരു ഭാഗം ഹദീസുകളും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കപ്പെട്ടതാണ്. അപ്പൊ അവർക്ക് അത്ഭുതം, ഇതെങ്ങനെ സാധിക്കുന്നു? അവര് എന്നിട്ട് ഒരുപാട് അബൂ ഹുറൈറയെ കുറിച്ച് കുറ്റം പറയും. നമ്മുടെ നാടുകളിൽ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സമ്പത്തിന് വേണ്ടി, പൈസക്ക് വേണ്ടിയിട്ട് മെനഞ്ഞുണ്ടാക്കിയ കുറെ ഹദീസുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ മഹാനായ സ്വഹാബിയെ കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പല ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും നമ്മൾ പഠനം നടത്തിയൊക്കെ ഫത്ഹുൽ ബാരിയിൽ ഒരുപാട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഒരുപാട് വിശദീകരിക്കാൻ നമുക്ക് കാണാൻ പറ്റും. അബൂ ഹുറൈറയുടെ ഫള് വിശദീകരിക്കുന്ന ഹദീസുകൾക്ക് കീഴിൽ എങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇത്ര ഹദീസുകൾ നേടിയെടുക്കാൻ സാധിച്ചു എന്ന് വിശദീകരിക്കുന്നത് കാണാൻ പറ്റും. അദ്ദേഹം ഇതിലെ തന്നെ പറയുന്നുണ്ട്, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നു, അതും എൻ്റെ വയറ്റിൽ നിറക്കാൻ ഒരു തുള്ളി വെള്ളമോ അല്ലെങ്കിൽ ഒരു കഷ്ണം റൊട്ടി പോലും ഇല്ലാതെ അത്രയും കഷ്ടപ്പെട്ട് ദാരിദ്ര്യം മുന്നിൽ കണ്ട് പട്ടിണി കിടന്നിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്ന് ഞാൻ ദീൻ പഠിച്ചത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ചരിത്രം പറയുന്നത് അബൂ ഹുറൈറ അദ്ദേഹം നടന്നു പോകുമ്പോൾ ആവർത്തിച്ച് ബോധം കെട്ടുകയുള്ളൂ. എന്ത്? പട്ടിണി കാരണം, വിശപ്പ് കാരണം. കാരണം മുഴുവൻ സമയവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പള്ളിയിലിരുന്ന് പഠിക്കാൻ വേണ്ടി സമയം ചെലവഴിച്ച വ്യക്തിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് കാണാൻ പറ്റും. അൻസാരികളും മുഹാജിറുകളും തന്റെ ദൈനംദിന ജീവിത ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി അങ്ങാടിയിലേക്കും പറമ്പുകളിലേക്കും പോകുമ്പോൾ ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വബറോടുകൂടി ഇരുന്ന് പഠിക്കുമായിരുന്നു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അത്രയും അങ്ങനെയാണ് പട്ടിണിയിലേക്ക് അദ്ദേഹം എത്തിപ്പെട്ടത്. അങ്ങനെ അദ്ദേഹത്തിന്റെ താല്പര്യം തിരിച്ചറിഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചത് കാണാൻ പറ്റും. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വാക്ക് പോലും മറക്കാൻ സാധിക്കുന്നില്ല എന്നാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത്. അത്രമാത്രം ഹിഫ്ള് അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചു എന്ന് കാണാം റസൂൽ സല്ലല്ലാഹു പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ശേഷം. അങ്ങനെ നമ്മൾ പഠനത്തിന് വിധേയമാക്കുമ്പോൾ ഈ രൂപത്തിലാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ഇത്രമേൽ അറിവും ഇത്രമേൽ ഹദീസുകൾ ഉദ്ധരിക്കാനുള്ള തൗഫീഖ് കിട്ടിയത് എന്ന് നമുക്ക് കാണാൻ പറ്റും, ബോധ്യപ്പെടും. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. അന്ത്യനാള് വരെ അള്ളാഹുവിന്റെ ദീൻ പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന എല്ലാവരുടെയും നാവിൽ നിന്ന് ഒരുപാട് തവണ വരുന്ന ഒരു പേരാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അതിന്റെ കൂടെ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ. യർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അള്ളാഹു നിങ്ങളിൽ ഈമാനുള്ളവരെയും അറിവ് നൽകപ്പെട്ടവരെയും ഉയർത്തുമെന്നതിനുള്ള വലിയൊരു ചരിത്രം, ഒരു ചരിത്ര ഷാഹിദാണ്, ഒരു സാക്ഷിയാണ്. എന്ത്? ഒരു തെളിവാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഈ സ്വഹാബിന്റെ ചരിത്രം. അറിവ് അദ്ദേഹത്തെ ഉയർത്തി, അറിവ് അദ്ദേഹത്തെ പ്രശസ്തമാക്കി, അറിവ് അദ്ദേഹത്തെ അള്ളാഹു ജനങ്ങൾക്കിടയിൽ ഒരു സ്വീകാര്യത അദ്ദേഹത്തെ കുറിച്ച് നൽകി, അദ്ദേഹത്തോടുള്ള ഒരു ഹുബ്ബ് മുഅ്മിനീങ്ങളുടെ മനസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചു കൊടുത്തു. അപ്പൊ അബൂ ഹുറൈറ എന്നത് നമുക്കൊരു വലിയ മാതൃകയാണ് എന്ന് കാണാൻ പറ്റും. തുടർച്ചയാണ് അദ്ദേഹത്തിന് ഇതിന് സഹായിച്ചത്, ക്ഷമയും തുടർച്ച. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തുടർച്ചയോടുകൂടി, ഇടയിൽ നിർത്താതെ, ഒഴിവ് കഴിവുകളൊന്നും പറയാതെ റസൂലിന്റെ കൂടെ പഠിച്ചത് അദ്ദേഹത്തെ അറിവിൽ ഉയർത്തി എന്ന് മനസ്സിലാക്കണം. സുഫിയാൻ ഇബ്നു ഉയൈന ലാസമ അംർ ഇബ്നു ദീനാർ നഹ്വ 20 സന. സുഫിയാൻ ഇബ്നു ഉയൈന അംർ ഇബ്നു ദീനാർ എന്ന് പറയുന്ന പണ്ഡിതന്റെ കൂടെ 20 വർഷക്കാലം കൂടെ നിന്ന് പഠിച്ചു. ഫസാറ അസ്ബത നാസി ഫീ. അങ്ങനെ അംർ ഇബ്നു ദീനാറിന്റെ അറിവ് പിൽകാലഘട്ടത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഏറ്റവും വിശ്വാസയോഗ്യമായിട്ടുള്ള വിദ്യാർത്ഥിയായി സുഫിയാൻ ഇബ്നു ഉയൈന മാറി. എത്ര കൊല്ലം? 20 കൊല്ലം രാവും പകലും ഒരു പണ്ഡിതന്റെ കൂടെ ഒട്ടി നിന്ന് പഠിച്ച്, അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചു 20 കൊല്ലം. അതാണ് തുടർച്ച എന്ന് പറഞ്ഞത്. മുഹമ്മദ് ഇബ്നു ജഅഫർ ലാസമ ശുഅബ 20 സന. കണ്ട, വീണ്ടും ഇതുപോലെ ഒരുപാട് സലഫുകളുടെ ചരിത്രം നമുക്ക് കാണാൻ. എന്ത്?
ഷുഅബത്തിന് മുഹമ്മദ് ബിൻ ജഅഫർ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ 20 കൊല്ലം കൂടെ നിന്ന് പഠിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളുടെ വിഷയത്തിൽ ഏറ്റവും നല്ല വിശ്വാസയോഗ്യമായിട്ടുള്ള ഏറ്റവും അറിവുള്ള വ്യക്തിയായി മുഹമ്മദ് ബിൻ ജഅഫർ റഹിമഹുല്ലാഹു തആല മാറി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരുപാട് കാലം മുടങ്ങാതെ അള്ളാഹുവിന്റെ ദീൻ പഠിക്കാനുള്ള പരിശ്രമമാണ് പലരെയും വലിയ വലിയ സ്ഥാനത്തേക്കും വലിയ വലിയ ഖൈറിലേക്ക് എത്തിച്ചു കൊടുത്തത് എന്ന് ഈ ചരിത്രം നമുക്ക് പഠിക്കുമ്പോൾ ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഇവരുടെ കൂടെ മുടങ്ങാതെ 20-30 കൊല്ലവും ആഴ്ചയിലെ വലിയൊരു സമയം ചെലവഴിക്കാൻ എങ്ങനെയാണ് അവർക്ക് സാധിച്ചത്? എന്താണ് അവരെ പ്രേരിപ്പിച്ചത്? അത് ഷെയ്ഖ് മുഖ്ബിൽ വാദിഈ തന്നോട് വിശദീകരിക്കും. ഇങ്ങനെയൊക്കെ അവർക്ക് സാധിക്കാനുള്ള കാരണം അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ്? അറിവിനെ സ്നേഹിക്കുക എന്നുള്ളത്. അള്ളാന്റെ ദീൻ എനിക്ക് അറിയണം, പഠിക്കണം എന്ന വല്ലാത്ത സ്നേഹവും ആഗ്രഹവും വല്ലാത്തൊരു ആർത്തി ഒരാളിൽ ഉണ്ടാവാന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാവുമ്പോഴാണ് ഒരു സദസ്സ് അവിടെ ഉണ്ടെങ്കിൽ അറിഞ്ഞാൽ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് അവിടേക്ക് എത്തിപ്പെടാൻ നമുക്ക് സാധിക്കുള്ളൂ. അതിനോട് വല്ലാത്തൊരു പ്രേമം. ഇപ്പൊ നമ്മളൊന്ന് ആലോചിക്കും, നമുക്കൊരു പ്രത്യേക ഒരു ഭക്ഷണ വസ്തുവോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് വല്ലാത്തൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം അറിഞ്ഞാൽ എങ്ങനെയെങ്കിലും നമ്മൾ അവിടെ എത്തിപ്പെടാൻ ശ്രമിക്കുമല്ലോ. അതേപോലെ അതിനോടൊരു കൊതിയും ഒരു സ്നേഹം ഉണ്ടാവാന്നുള്ളത്, ഭയങ്കര ഇഷ്ടം ഉണ്ടാവും. ഒരു ഹദീസ് പുതുതായി എനിക്ക് പഠിക്കണം, ഒരു ഫിഖ്ഹിപരമായിട്ടുള്ള ഒരു മസ്അല എനിക്ക് കൂടുതലായി അറിയണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നിന്ന് കൂടുതൽ എനിക്ക് അറിയണം, ഖുർആനിൽ നിന്നുള്ള തഫ്സീറുകൾ കൂടുതൽ പഠിക്കാൻ വല്ലാത്തൊരു ആഗ്രഹം, ഒരു പൂതി, ഒരു ഇഷ്ടം നമ്മുടെ ഖൽബിലുണ്ടെങ്കിൽ ഇതിന് സമാനമായ ഒരു അധ്വാനം അള്ളാഹിന്റെ തൗഫീഖിന് ശേഷം നമുക്ക് ജീവിതത്തിൽ കാഴ്ചവെക്കാൻ സാധിക്കും. ഷാഫിഈ റഹിമഹുല്ലാഹു തആല അദ്ദേഹം വലിയൊരു പണ്ഡിതനാണ്, ഒരു ഇമാമാണ്. അദ്ദേഹത്തോട് ചില വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ടെന്ന്, കൈഫ ശഹ്വതുക ഫിൽ ഇൽം, അറിവ് നേടുമ്പോഴുള്ള താങ്കളുടെ വികാരം അതൊന്ന് ഞങ്ങൾക്ക് വിശദീകരിച്ചു തരാൻ പറ്റും? എങ്ങനെയാണ് നിങ്ങൾക്ക് അത് അനുഭവപ്പെടുന്നത്? നിങ്ങളുടെ ഷഹവത്ത്, വികാരം, അറിവിനോട് എന്താണ് നിങ്ങൾക്ക്? അദ്ദേഹം പറയുന്നത്, അസ്മഉ ബിൽ ഹർഫി യഅനി അൽ കലിമ മിമ്മാ ലം അസ്മഅ, ഞാൻ മുമ്പ് കേൾക്കാത്ത ഒരു അറിവ് കേട്ടാൽ ഫതവദ്ദു അഅദാഇ അന്ന ലഹ അസ്മാഅൻ തതനഅമു ബിമാ തനഅമത് ബിഹിൽ ഉദ്നാൻ, എന്റെ ചെവികൾ കേട്ട് ആ പുതിയ അറിവ് ആസ്വദിച്ചിരുന്ന് കേൾക്കുന്ന ആ ഒരു അനുഭൂതി എന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി എന്ന് അദ്ദേഹം പറയുകയാണ്. നമ്മൾ വളരെ ഇഷ്ടപ്പെട്ട് കേൾക്കുന്ന ഒരു കാര്യം കേൾക്കുമ്പോൾ നമുക്ക് നമുക്ക് അനുഭവപ്പെടുന്ന ഒരു അനുഭൂതി ഉണ്ട്. അതെന്റെ എല്ലാ ശരീരത്തിനും അള്ളാഹു ചെവികൾ നൽകിയിട്ട് കേട്ട് അനുഭവിക്കാനുള്ള തൗഫീഖ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം പറഞ്ഞു. അത്രയ്ക്കും ഇഷ്ടം, അത്രയ്ക്കും കൊതി നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഷാഫിഈ റഹിമഹുല്ലാഹു തആല. വഖീല ലഹു വകൈഫ ഹിർസുക അലൽ ഇൽം, അറിവിനോടുള്ള താങ്കളുടെ കൊതി, അതിനോടുള്ള ആഗ്രഹം എങ്ങനെയാണ് താങ്കൾ വിശദീകരിക്കുക? അദ്ദേഹം പറയാണ്, ഹിർസുൽ ജമൂഇൽ മനൂഇ ഫീ ബുലൂഗി ലദ്ദത്തിൻ ലിൽ മാൽ, പണത്തോട് ആർത്തിയുള്ള ഒരു വ്യക്തി അതിങ്ങനെ വാരിക്കൂട്ടി ഇങ്ങനെ എണ്ണി വെക്കാണ്, ആർക്കും കൊടുക്കാതെ പിശുക്ക് കാണിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനത്തെ ഒരു വ്യക്തിക്ക് പണത്തോടുള്ള ഒരു ആർത്തി എങ്ങനെ ഉണ്ടാവും, അതുപോലെയാണ് എനിക്ക് അറിവിനോടുള്ള ആർത്തി എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത്. താങ്കളെ അത് തേടിയിട്ടുള്ള താങ്കളുടെ യാത്രകൾ, അത് തേടിയിട്ടുള്ള താങ്കളുടെ അന്വേഷണങ്ങൾ അതെങ്ങനെയാണ്? മറ്റൊരു കുട്ടിയും ഇല്ലാത്ത ഏക കുട്ടിയുള്ള ഒരു സ്ത്രീന്റെ കുട്ടിയെ നഷ്ടപ്പെട്ടാൽ, ആ കുട്ടിയെ എങ്ങനെയാണ് ആ സ്ത്രീ അന്വേഷിക്കുക? അതുപോലെയാണ് ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും ദീനിലെ അറിവുകളും തേടിയിട്ടുള്ള എന്റെ അന്വേഷണങ്ങൾ എനിക്ക് അനുഭവപ്പെടുന്നത് അങ്ങനെയാണ്. നഷ്ടപ്പെട്ടു പോയ എന്റെ കുട്ടിയെ അന്വേഷിക്കുന്നത് പോലെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത് എന്ന് ഷാഫിഈ റഹിമഹുല്ലാഹു തആല വിശദീകരിക്കണം. മഹാന്മാരായ പല പ്രഗൽഭ മുൻകാലക്കാരായിട്ടുള്ള പണ്ഡിതന്മാരുടെ ഇത്തരം വാക്കുകളിലൂടെ നമ്മൾ അവരുടെ വികാരവും അവരനുഭവപ്പെട്ട അനുഭൂതികളൊക്കെ ഇങ്ങനെ പരിചയപ്പെടുമ്പോഴാണ് നമുക്ക് അത് ബോധ്യപ്പെടാനും അത് അനുഭവിക്കാനും സാധിക്കുകയുള്ളൂ. ഒരു ഷാഇർ, ഒരു കവി, അദ്ദേഹത്തിന്റെ ഈ കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അദ്ദേഹത്തിന്റെ അനുഭവപ്പെടുന്ന ഈ അറിവ് പഠിക്കുന്ന ഇത്തരം സദസ്സുകളിലൊക്കെ ഇരിക്കുമ്പോൾ അദ്ദേഹം അനുഭവപ്പെടുന്ന അനുഭവത്തെ ശരിക്കും കവിതാ വരികളിൽ കൊണ്ടുവരുന്നുണ്ട്. അദ്ദേഹം പറയാണ്, സഹരി ലിതൻഖീഹിൽ ഉലൂമി അലദ്ദുലി മിൻ വസ്ലി ഗാനിയത്തിൻ വതൂലി അനാഖി,
അദ്ദേഹം പറയണ അറിവ് അന്വേഷിച്ചിട്ടുള്ള പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ തർത്തീബ് ചെയ്യുന്ന എൻ്റെ ഉറക്കമില്ലാത്ത രാത്രികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ അനുഭവപ്പെടുന്നെന്ന് അറിയും. സുന്ദരിയായ ഒരു സ്ത്രീയെ തൻ്റെ ഭാര്യയെ ചുംബിക്കുന്നതിനേക്കാൾ, അവളെ സുദീർഘമായി ഞാൻ കെട്ടിപ്പിടിക്കുന്നതിനേക്കാൾ മധുരമുള്ളതായിട്ടാണ് എനിക്കത് അനുഭവപ്പെടുന്നത് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഒരു സങ്കീർണമായ ഒരു പ്രശ്നം അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു ആനന്ദം, അത് പരിഹരിച്ച് കിട്ടുമ്പോൾ എൻ്റെ ഒരു ആനന്ദം മദ്യപിക്കുന്നതിനേക്കാൾ ലഹരിയേക്കാൾ മധുരമുള്ളതായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത് എന്ന് പറയും. അദ്ദേഹം പറയുന്നത് കടലാസുകളിൽ പേനയുടെ ശബ്ദം, എഴുതുമ്പോഴുള്ള പേനയുടെ ശബ്ദം പ്രണയിതാക്കളുടെ സംഗീതത്തെക്കാൾ എനിക്ക് മനോഹരമായിട്ടാണ് അനുഭവപ്പെടാറ്. ഒരു സുന്ദരിയായ പെൺകുട്ടി ദഫ് മുട്ടുന്നതിനേക്കാൾ എനിക്ക് ആനന്ദം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പുസ്തകത്തിന്റെ മുകളിലുള്ള പൊടികൾ തട്ടിമാറ്റുമ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നു എന്ന് വിശദീകരിക്കുന്നു. ഞാൻ അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ വേണ്ടി രാത്രി ഉറങ്ങാതെ പരിശ്രമിക്കുന്ന എന്നെ പോലെ രാത്രി മുഴുവൻ ഉറങ്ങി തീർക്കുന്ന നിനക്കെത്താൻ ആഗ്രഹമുണ്ടോ എന്ന് അദ്ദേഹം പറയുന്നു. അവസാനം അദ്ദേഹം പറഞ്ഞു നിർത്തിയത് എന്താ? ഇതിനൊന്നും പരിശ്രമിക്കാതെ, ഇതിനൊന്നും ഹുബില്ലാതെ, ഇതിനെക്കുറിച്ച് പഠിക്കാനുള്ള ഒരാഗ്രഹമോ സ്നേഹമില്ലാതെ ആ വലിയ ദറജയ്ക്ക് എത്താൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ, സ്വപ്നം കാണുന്നുണ്ടോ എന്ന് അദ്ദേഹം കണ്ട് ചോദിക്കാൻ. പ്രിയപ്പെട്ടവർ, അവരൊക്കെ അനുഭവപ്പെട്ടിരുന്ന അറിവിന്റെ സദസ്സുകളും പഠിക്കുക എന്ന് പറയുന്നത് അവർക്ക് ഉള്ള ഒരു അനുഭൂതിയാണ് ഇതിലൂടെ വിശദീകരിക്കുന്നത്. ശുഅബത്ത് ഇബ്നുൽ ഹജ്ജാജ് റഹിമഹുല്ലാഹു തആല പറയുന്നത്, ഒരു ഹദീസ് ഞാനിങ്ങനെ പഠനം നടത്തിയിട്ട് അത് ശരിയോ തെറ്റോ എന്ന് ഞാൻ പഠനം നടത്താൻ, അത് ശരിയാണ്, സഹീഹാണ് എന്ന് എനിക്ക് അവസാനം ബോധ്യപ്പെടാ എന്ന് പറഞ്ഞത് അതെന്റെ സ്വന്തം കുടുംബത്തെക്കാൾ, എൻ്റെ സമ്പത്തിനേക്കാൾ, എൻ്റെ സ്വന്തം മകനേക്കാൾ, എൻ്റെ ഈ ചുറ്റുള്ള ജനങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് പ്രിയപ്പെട്ടത് അവസാനം ഗവേഷണം ചെയ്ത് ആ ഒരു ഹദീസ് അത് ശരിയാണ് എന്ന് എനിക്ക് ബോധ്യപ്പെടലാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. കൂട്ടത്തിൽ അറിവ് സ്നേഹിക്കുക, അതിൽ തുടർച്ചയുണ്ടാവുക, അതിനുവേണ്ടി അധ്വാനിക്കുക എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഷെയ്ഖ് മുഖ്ബിൽ വാദിഈ പറയുന്നു, വതകൂനു അയ്ളൻ ബഈദൻ അനിൽ മശാകിൽ വശവാഗിൽ അല്ലതി തുശ്ഗിലുക അൻ തലബിൽ ഇൽം. അറിവ് നേടുന്ന മാർഗത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയെ തെറ്റിച്ച് കളയുന്ന, നമ്മൾക്ക് ആഖിറത്തിലോ ദുനിയാവിലോ ഉപകാരം ചെയ്യാത്ത മറ്റ് കാര്യങ്ങൾ, ശവാഗിലുകളിൽ നിന്ന്, തിരക്കുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ഉപകാരം ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ, ഉപകാരം ചെയ്യാത്ത നമ്മുടെ ആവശ്യത്തിൽ അധികമായിട്ടുള്ള മുബാഹായിട്ടുള്ള കാര്യങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് കുറച്ച് കുറക്കേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് ഈ അറിവിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നിന്നൊക്കെ നമ്മുടെ കയ്യിൽ ഫോണുള്ള കാലഘട്ടമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ ഫോണിലെ ആ സ്ക്രീൻ ടൈമിന്റെ കണക്കും നമ്മൾ എടുത്തു നോക്കി നോക്ക്. 5, 6, 7 മണിക്കൂർ എന്തിനാണ് പോയത്? ഒന്നല്ലെങ്കിൽ സ്റ്റാറ്റസ് കാണുന്നതിൽ, റീൽസ് കാണുന്നതിൽ, വാർത്തകൾ കാണുന്നതിൽ, നമ്മളെ ബാധിക്കാത്ത വിഷയങ്ങൾ അറിയുന്നതിൽ, അതിനെക്കുറിച്ച് വായിക്കൽ, അതിൽ ചർച്ച വീക്ഷിക്കൽ, എത്ര സമയമാണ് പോണത്? ഇതിനാണ് ആഖിബത്തുൽ മുബാഹാത്ത് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല വിശദീകരിച്ചത്. മുബാഹാത്തുകൾ കൊണ്ടുള്ള ഒരു ദുരന്തം. ചില കാര്യങ്ങൾ മുബാഹാണ്, ഭക്ഷണം എന്നുള്ളത് മുബാഹാണ്, യാത്ര ചെയ്യാന്നുള്ളത് മുബാഹാണ്. പക്ഷെ ജീവിതം മുഴുവൻ ഭക്ഷണം പഠിക്കലും തിന്നലും മാത്രമായാലും, പുതിയ പുതിയ കാര്യങ്ങൾ രുചിച്ചു നോക്കുക എന്ന ജീവിത ലക്ഷ്യമായി മാറിയാലും, യാത്ര ഇഷ്ടമാണ്, മുഴുവൻ യാത്ര ആയാലും എങ്ങനെ ഉണ്ടാവും? അതാണ് പറഞ്ഞത്, മുബാഹാത്തുകളുടെ കെണിയിൽ, അതിന്റെ ചതിക്കുഴിയിലേക്ക് വീഴുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇബ്നുൽ ഖയ്യിം ആഖിബത്തുൽ മുബാഹാത്ത് എന്ന് വിശദീകരിച്ചത്. അവസാനം ഷെയ്ഖ് മുഖ്ബിൽ വാദിഈ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ പുസ്തകങ്ങൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കണം എന്ന നസീഹത്ത് വിശദീകരിച്ചതിന് ശേഷം അദ്ദേഹം പറയാണ്, വനഹ്രിസു അലൽ ഇസ്തിയാദി മിനൽ ഇൽമി കുല്ല യൗം. ഒരു ദിവസം പോലും നിങ്ങൾക്കൊരു പുതിയ അറിവ് ലഭിക്കാതെ നിങ്ങളിൽ നിന്ന് വിട്ടുപോകരുത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ഒരു ദിവസം പോലും, ഒരു ദിവസം ഞാൻ ഇന്ന് എനിക്ക് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് ഒരു പുതിയ അറിവ് കിട്ടിക്കഴിഞ്ഞിട്ടേ നമ്മൾ കിടന്നുറങ്ങാൻ പാടുള്ളൂ. ഇതൊരു ലക്ഷ്യമാക്കി നമ്മുടെ ജീവിതത്തിൽ വെക്കണം. ഈ രൂപത്തിലുള്ള ഒരു ആഗ്രഹം, ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇന്നലെയുള്ള ഞാനല്ല ഇന്ന് നീ ആവേണ്ടത്. കഴിഞ്ഞ ആഴ്ചയിലുള്ള ജീവിതമല്ല നമുക്ക് ഈ ആഴ്ച ഉണ്ടാവാൻ പാടുള്ളൂ.
കഴിഞ്ഞ വർഷത്തെ ഞാനല്ല ഈ വർഷം നമ്മളാവേണ്ടത്. ഒരു വ്യത്യാസം നമ്മളുണ്ടാവണം. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തിരിക്കണം, കൂടുതൽ നമ്മൾ പഠിച്ചിരിക്കണം, കൂടുതൽ അറിവുണ്ടായിരിക്കണം, കൂടുതൽ ഹിഫ്ള് ഉണ്ടായിരിക്കണം, കൂടുതൽ ബോധ്യങ്ങൾ നമ്മളിൽ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോ ആ രൂപത്തിൽ നമ്മൾ മുന്നോട്ട് പോയാലാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദീൻ കൃത്യമായി പഠിക്കാനും അതിൽ വളരാനുമുള്ള ഒരു തൗഫീഖ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കാൻ 2 കാര്യങ്ങളിലല്ലാതെ നിങ്ങൾക്ക് അസൂയ ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറയുന്നത്. 2 കാര്യങ്ങളിലല്ലാത്ത അസൂയകളൊക്കെ ഹറാമാണ്. ഏതാണ്? റജുലുൻ ആതാഹു അല്ലാഹുൽ ഖുർആൻ. ഒരു വ്യക്തി, അദ്ദേഹത്തിന് അല്ലാഹു ഖുർആൻ വിശദീകരിച്ചു, അദ്ദേഹം ഖുർആന്റെ വാതിൽ തുറന്നു കൊടുത്തു. അങ്ങനെ അദ്ദേഹം രാവും പകലും പാരായണം ചെയ്യുകയാണ്. അപ്പൊ അത് അവനെ പോലെ ആകാനുള്ള ഒരു ആഗ്രഹം. അസൂയ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഗുണം നഷ്ടപ്പെടാന്നുള്ള ആഗ്രഹമാണ് അസൂയ. ഈ അസൂയ എന്താ? അദ്ദേഹത്തെ പോലെ ആകാനുള്ള ആഗ്രഹമുണ്ട്, അദ്ദേഹത്തെക്കാൾ നന്നാകാനുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ അദ്ദേഹത്തിന്റെ അനുഗ്രഹം നീങ്ങിപ്പോകാനുള്ള ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടാവുന്നത്. അത് തെറ്റായി മാറും. അതല്ലാത്ത ആഗ്രഹം, ആ രൂപത്തിലുള്ള അസൂയാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അള്ളാഹു സമ്പത്തിൽ വിശാലത നൽകി, അള്ളാഹിന്റെ ദീനിനും ദഅവത്തിനും ഖിദ്മത്ത് ചെയ്യുന്ന ഒരാളുടെ സമ്പത്ത് കണ്ടിട്ട് അവനെ പോലത്തെ സമ്പത്ത് എനിക്ക് കിട്ടിയെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുക. ഈ 2 കാര്യങ്ങളിൽ ഹസദ് ഉണ്ടാകാം. ഒന്ന് അറിവാണ്, 2 സമ്പത്ത് നന്മയുടെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തിയത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥനയാണ് എന്ത്? വഖുർ റബ്ബി സിദ്നി ഇൽമ. പ്രത്യേകം പ്രാർത്ഥിക്കാം, റബ്ബി സിദ്നി ഇൽമ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും രാവിലെ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിച്ചൊരു ദുആ ഉണ്ട്. എന്താണ്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വഅമലൻ മുതഖബ്ബലൻ വറിസ്ഖൻ ഹലാലൻ. പിന്നെ അതിന്റെ ഇടയിൽ എന്ത്? ശിഫാ മിൻ കുല്ലി ദാ എന്നല്ലേ. തമാം. അപ്പൊ ഈ പ്രാർത്ഥന എന്നും രാവിലെ അറിവിന്റെ വിഷയത്തിൽ വന്നൊരു പ്രാർത്ഥന. അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ് എന്ത്? അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ വമിൻ ഖൽബിൻ ലാ യഖ്ശ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹ. ഒരു ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന്, ഖുശൂ ഇല്ലാത്ത ഖൽബിൽ നിന്ന്, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളെ തൊട്ട് പടച്ച റബ്ബേ ഞാൻ അഭയം തേടുകയാണ് എന്നുള്ള ഈ പ്രാർത്ഥനകൾ. അപ്പൊ ഈ പ്രാർത്ഥനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരാനും നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്താനും വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കുന്ന ഈ മാർഗത്തിൽ മരണം വരെ തുടരാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ മരണക്കിടക്കയിൽ പോലും കിടക്കുമ്പോൾ അദ്ദേഹം പേന കൊണ്ട് ഹദീസുകൾ രേഖപ്പെടുത്തുന്നത് കണ്ട് അത്ഭുതപ്പെട്ട വിദ്യാർത്ഥികൾ അദ്ദേഹത്തോട് ചോദിക്കുന്ന ചരിത്രങ്ങളൊക്കെ കാണാൻ പറ്റും. മരിക്കുന്നത് വരെ അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്ന ത്വലബത്തുൽ ഇൽമിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിച്ചതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും ജീവിതത്തിൽ ഒരുപാട് തീരുമാനങ്ങൾ കൊണ്ടുവരാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.